അടുത്ത ദശാബ്ദമൊന്നും ഈ ഗവൺമെൻറ് ആയാലും ഇനി ഏതെങ്കിലും കാലത്ത് മാറി ഗവൺമെൻറ് വരുന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് ആയാലും വരാൻ സാധ്യതയില്ലാത്ത ഒരു മെട്രോ റെയിലിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. തിരൂരിൽ നിന്ന് ഈ രണ്ട് പാതകളും വടക്കോട്ടും തെക്കോട്ടും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുക കൂടി ചെയ്താൽ ഈ മെട്രോ ലൈൻ ഇതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് നടുക്ക് വരിക കൂടി ചെയ്യുകയാണ് എങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് മൈസൂരിലേക്കുള്ള യാത്രാ ദൂരം, റെയിൽവേ ദൂരം ഇപ്പോഴുള്ളതിൻ്റെ പകുതിയായി ചുരുങ്ങുന്നു എന്നുള്ളതാണ് സംഭവം. സർ, ഒരംഗത്തിന് ഏത് കാര്യവും ഉന്നയിക്കാൻ അവകാശമുണ്ട് എന്നുള്ളതിനോട് ഞാനും യോജിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ വേണമെന്നുള്ളത് അംഗം നിയമസഭാ സെക്രട്ടേറിയറ്റും ആലോചിക്കുന്നത് നന്നായിരിക്കും. അടുത്ത ദശാബ്ദമൊന്നും ഈ ഗവൺമെൻറ് ആയാലും ഇനി ഏതെങ്കിലും കാലത്ത് മാറി ഗവൺമെൻറ് വരുന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് ആയാലും വരാൻ സാധ്യതയില്ലാത്ത ഒരു മെട്രോ റെയിലിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു സർക്കാരിൻ്റെയും ആലോചനയിൽ ഇല്ലാത്ത വിഷയമാണിത്.